സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് മാലയിൽ പ്രാഥമിക അന്വേഷണം ആരംഭിച്ച് വനംവകുപ്പ്. ഈ മാസം 21-ന് പട്ടിക്കാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ മുന്നിൽ ഹാജരാകാൻ നോട്ടീസ് നൽകി. പരാതിക്കാരനായ യൂത്ത് കോൺഗ്രസ് നേതാവ് എ മുഹമ്മദ് ഹാഷിമിന്റെ മൊഴി രേഖപ്പെടുത്തും. വിവരങ്ങളുമായി ഇപ്പോൾ ശരത്ത് ഓങ്ങല്ലൂർ ചേരുകയാണ്. ശരത്ത്, പുലിപ്പല്ല് വിവാദത്തിൽ സുരേഷ് ഗോപി കുടുങ്ങുകയാണോ? എന്തൊക്കെയാണ് ഇപ്പോൾ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്? പരാതിക്കാരനോട് രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു അല്ലേ? സുജിത്, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനം വകുപ്പ് സുരേഷ് ഗോപിക്കെതിരെയുള്ള പരാതിയിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 സെക്ഷൻ 50/7 പ്രകാരമാണുള്ള ഒരു നോട്ടീസാണ് ഇപ്പോൾ പരാതിക്കാരനായ എ മുഹമ്മദ് ഹാഷിമിന് അറക്കെ വീട്ടിൽ ഹൗസിൽ ഹാഷിമിന് നൽകിയിരിക്കുന്നത്. ഹാഷിമ് ജൂൺ 16 നൽകിയ പരാതി അറിയിക്കുന്നു. തൃശൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ മുമ്പാകെയാണ് ഇമെയിൽ മുഖാന്തരം ഹാഷിം ഒരു പരാതി നൽകിയിരുന്നത്. ആ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു: ഈ വേടന്റെ കഴുത്തിലുള്ള പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി ഉണ്ടായ സമയത്താണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപി ഇത്തരത്തിൽ പുലിപ്പല്ല് ധരിച്ചു നടക്കുന്ന ഒരു ദൃശ്യം ഉൾപ്പെടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാതി നൽകുന്നത്. ആ പരാതിയിലാണ് വനം വകുപ്പ് ഇത്തരത്തിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാഷിമിന്റെ കയ്യിലുള്ള രേഖകളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഹാജരാക്കാൻ വേണ്ടിയിട്ട് വനം വകുപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയത്. എന്തായാലും ഈ പരാതിയുമായിട്ട് വനം വകുപ്പ് മുന്നോട്ട് പോകുന്നു, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിജു, ശരത്, ഈ സുരേഷ് ഗോപിയുടെ ന്യായം എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? അങ്ങനെ എന്തെങ്കിലും ന്യായം ഉണ്ടോ സുരേഷ് ഗോപിക്ക് ഇപ്പോൾ? സിജു, ഇതുവരെ സുരേഷ് ഗോപി മറ്റു പല കാര്യങ്ങളിലും തുടരുന്ന മൗനം ഇതിലും തുടരുകയാണ്. കാര്യമായിട്ടുള്ള പ്രതികരണമൊന്നും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ താൻ അണിഞ്ഞത് പുലിപ്പല്ലു മാല തന്നെയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല. അല്ലെങ്കിൽ അദ്ദേഹം അതിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ വനം വകുപ്പിന്റെ നടപടി കടുപ്പിക്കുന്നതിന് വനംവകുപ്പ് നടപടിയെ മുന്നോട്ട് പോകുന്നതോട് കൂടിയിട്ട് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിക്ക് വിഷയത്തിൽ പ്രതികരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. സിജു, ഈ പരാതിക്കാരൻ ഈ എന്ത് രേഖകളൊക്കെയാണ് ഹാജരാക്കുന്നത്? ഈ പുലിപ്പല്ല് സുരേഷ് ഗോപിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പരാതിക്കാരൻ പറയുന്നത്? സിജു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിക്കാരന്റെ കൈവശമുള്ളത് ഡിജിറ്റൽ തെളിവുകൾ മാത്രമാണ്. 2-3 ചടങ്ങുകളിൽ സുരേഷ് ഗോപി പങ്കെടുക്കുമ്പോൾ അദ്ദേഹം അണിഞ്ഞിട്ടുള്ള മാല അതിലുള്ളത് പുലിപ്പല്ലാണ് എന്നാണ് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരു ഭക്തജനങ്ങളോട് കൂടി നടക്കുന്ന ഒരു ഘോഷയാത്രയുടെ ഒരു ദൃശ്യങ്ങൾ നിലവിൽ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. അതിനകത്ത് അദ്ദേഹം അണിഞ്ഞിരിക്കുന്നത് മറ്റ് ഒരുപാട് മാലകളുടെ കൂടെ പുലിപ്പല്ല് കെട്ടിയിട്ടുള്ള ഒരു മാല കൂടി അണിഞ്ഞിട്ടുണ്ട്. ആ തെളിവ് എന്തായാലും 21 ഈ പറയുന്ന പട്ടിക്കാട് റേഞ്ച് ഓഫീസർ മുമ്പാകെ എത്തിക്കും. അതിനോടൊപ്പം തന്നെ മറ്റെന്തെങ്കിലും രീതിയിലുള്ള തെളിവുകൾ അല്ലെങ്കിൽ ഇത് എവിടെ നിന്ന് കിട്ടി എന്ന് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുമെന്ന കാര്യം കൂടി വരും ദിവസങ്ങളിൽ പറയും എന്നാണ് മുഹമ്മദ് ഹാഷിമുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും പുലിപ്പല്ല് കേസിൽ ഈ സുരേഷ് ഗോപിക്കെതിരെയുള്ള വനം വകുപ്പിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുക തന്നെയാണ്. സിജു.